أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونصلي على رسوله الكريم أما بعد. ബഹുമാന്യരും സ്നേഹസമ്പന്നരുമായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വബാഹുൽ ഖൈർ, അഫ്കാറു സ്വബാഹ്, ശുഭദിനം, പ്രഭാത ചിന്തകൾ എന്ന ഖുർആൻ ഹദീസ് ഉത്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ പ്രഭാതം അനുഗ്രഹത്തിൻ്റെയും എല്ലാവിധ സലാമത്തിൻ്റെയും ഹിമായത്തിൻ്റെയും പ്രഭാതമാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി നമ്മുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തം കരസ്ഥമാക്കുവാനും കാരണമാക്കി തീർക്കുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങൾ, ദുരന്തങ്ങൾ, മുസീബത്തുകളിൽ നിന്ന് അള്ളാഹു നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നിന്നുള്ള എല്ലാവിധ സലാമത്തും നാം ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, ബഹുമാനികളെ, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങളിൽ ഓരോരുത്തരോടും ഉണർത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു. നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനീങ്ങളായ മനുഷ്യരുടെ ഇടയിൽ സാഹോദര്യവും ഐക്യവും സൗഹാർദ്ദവും ഉണ്ടാക്കി തീർക്കുവാൻ വേണ്ടിയുള്ള ചില പ്രായോഗിക പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും മറ്റും അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തിരുവചനങ്ങളിലൂടെ ഉപദേശിച്ച ഹദീസുകളെക്കുറിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മുസ്ലിങ്ങൾ തമ്മിൽ പരസ്പരം ഉള്ള ആ സ്നേഹവും സാഹോദര്യവും നിലനിർത്തുന്നതിൻ്റെ ഭാഗമായുള്ള ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം തുർമുദി സിഹാഹു സിത്ത, പ്രബലമായ 6 ഗ്രന്ഥങ്ങൾ, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും ഏറ്റവും ആധികാരികമായുള്ള ഒരു ഗ്രന്ഥമാണ് ഇമാം തുർമുദിയുടെ. ആ ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. പ്രശസ്തനായ സ്വഹാബി അനസ് റളിയല്ലാഹു നിന്നാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയായിരുന്നു, പ്രവാചകൻ്റെ ഖാദിമായിരുന്നു. പ്രവാചകന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളുടെയും, പ്രവാചകൻ്റെ ദിനചര്യകളിൽ പ്രവാചകന് വുളു എടുക്കാൻ വെള്ളം കൊണ്ടു കൊടുക്കാനും, അതുപോലെ തന്നെ പ്രവാചകൻ്റെ ഭക്ഷണകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനും, പ്രവാചകൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ ചെലുത്തിയിരുന്ന ആ പ്രഗത്ഭനായ സ്വഹാബി. ആ സ്വഹാബിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. عن أنس رضي الله عنه قال قال لي رسول الله صلى الله عليه وسلم يا بني إذا دخلت على أهلك فسلم يكونوا بركة عليك وعلى أهل بيتك. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു, യാ ബുനയ്യ, അല്ലയോ മകനെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ശൈലിയായിരുന്നു. പ്രവാചകൻ പ്രായം കുറഞ്ഞവരെ, തന്നെക്കാൾ പ്രായം കുറഞ്ഞവരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചിരുന്നു യാ ബുനയ്യ എന്നായിരുന്നു. അഥവാ എൻ്റെ മകനെ, എൻ്റെ കുഞ്ഞു മകനെ എന്നാണ്. അല്ലയോ എൻ്റെ മകനെ എന്നുള്ള
അറബിയിൽ പറയുന്ന പദമാണ് യാ ബുനയ്യ, അല്ലയോ എൻ്റെ കുഞ്ഞുമകനെ. അത് പ്രവാചകൻ മറ്റുള്ളവരോട്, പ്രായത്തിൽ കുറഞ്ഞവരെ അഭിസംബോധന ചെയ്യുമ്പോൾ അവരോട് അവരുടെ ഒരു മാനസികമായ ആ ഒരു അടുപ്പം ഉണ്ടാക്കുവാൻ ആ ഒരു പ്രയോഗം വളരെ നല്ലതാണ് എന്നാണ് നമുക്ക് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആ ഒരു മനഃശാസ്ത്രമാണ് ഇന്ന് പലരും, നമുക്കറിയാം, ഈ പേഴ്സണാലിറ്റി ഡെവലപ്പിംഗ് എന്ന് പറയുന്ന ക്ലാസ്സുകളിലൊക്കെ അവരുപയോഗിക്കുന്നത് അവർ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പ്രായം കുറഞ്ഞവരെ അവരെ മകനെ, മോനെ എന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് അവരോടൊരു വിനയവും മോനെ എന്ന് വിളിക്കുന്നവരോട് സ്നേഹമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രായം കുറഞ്ഞവരെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ചര്യ അനുസരിച്ചുകൊണ്ട് ബുനയ്യ, മോനെ എന്ന് വിളിക്കുന്നത് പ്രത്യേകമായ ഒരു നല്ല ഒരു സുന്നത്താണ് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ അനസ് റളിയല്ലാഹു അൻഹു വിളിക്കുന്നു, അല്ലയോ മോനെ, ഇദാ ദഖൽത അല അഹ്ലിക, നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫസല്ലിം, നീ അവരോട് സലാം പറയണം. നമ്മൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളത് സലാം പറയുക എന്നുള്ളത് അത് ഒരു ഇസ്ലാമിൻ്റെ ഏറ്റവും ദീനിൻ്റെ ഒരു അടയാളമാണ്. ഏതൊരു വീട്ടിൽ, അത് നമ്മളെ വീട്ടിലായാലും അത് അന്യരുടെ വീട്ടിലായാലും ശരി തന്നെ, ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സലാം പറയുക എന്നുള്ളത് അത് ഇസ്ലാമിൻ്റെ ഒരു ആദത്താണ്, ഒരു അഭിവാദ്യ ചര്യയാണ്. അങ്ങനെ സലാം പറഞ്ഞാൽ ലഭിക്കുന്നതായ ഗുണങ്ങളെക്കുറിച്ച് പ്രവാചകൻ പറയുന്നു, യകൂനു ബറക്കത്തൻ അലൈക, യകൂനു ബറക്കത്തൻ അലൈക, അത് തീർച്ചയായും അത് അള്ളാഹുവിൽ നിന്നും ബറക്കത്ത്, അനുഗ്രഹം ലഭിക്കാൻ കാരണമാണ്. നീ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സലാം പറയുന്നത് കൊണ്ട് ആദ്യമായി ബറക്കത്ത് ലഭിക്കുന്നത് അതാർക്കാണ്? സലാം പറഞ്ഞവർക്കാണ്. മനസ്സിലായില്ലേ? നമ്മളൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു, അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു, നമ്മൾ സലാം പറയുമ്പോൾ നമുക്കാണ് ആദ്യത്തെ നന്മ എഴുതപ്പെടുന്നത്. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് പറഞ്ഞു, വഅല അഹ്ലി ബൈതിക, മാത്രവുമല്ല നീ സലാം പറയുന്നതിലൂടെ ആദ്യം അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിന്നിലേക്ക് വർഷിക്കും. അതിനുശേഷം വഅല അഹ്ലി ബൈതിക, നിന്റെ കുടുംബത്തിലും അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്ത്, അനുഗ്രഹം ലഭിക്കാൻ കാരണമാണ്. അപ്പോൾ നാം നമ്മുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സലാം പറയുക, അത് നമ്മുടെ വീടായാലും മറ്റുള്ള അന്യവരുടെ വീടായാലും സലാം പറയുന്നത് കൊണ്ട് നമുക്കാണ് അതിൻ്റെ ബറക്കത്ത് ലഭിക്കുന്നത്. രണ്ടാമതാണ് ആ വീട്ടുകാർക്കും അതിൻ്റെ ബറക്കത്ത് ലഭിക്കുന്നത് എന്നാണ് ഈ ഹദീസ് നമ്മെ ഉണർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഹദീസുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഇരുലോകത്തും നന്മകൾ ലഭിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ സർവ്വ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചും പ്രവാചകന്റെ തിരു ഹദീസുകളെ സംബന്ധിച്ചും മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുകയും ആ കേൾക്കുന്നത് അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഐശ്വര്യത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും എല്ലാവിധ സൗഭാഗ്യങ്ങളുടെയും നന്മകളുടെയും ഒരു പ്രഭാതമാക്കി അള്ളാഹു ഈ ഒരു ദിവസത്തെ ആക്കി തീർക്കുമാറാകട്ടെ. എല്ലാവിധ ഇടങ്ങേറുകൾ, മുസീബത്തുകൾ, ദുരന്തങ്ങളിൽ നിന്ന് പടച്ച തമ്പുരാൻ നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. നല്ലൊരു പ്രഭാതത്തിന് വേണ്ടി, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ ഉതകുന്ന നല്ലൊരു പ്രഭാതത്തിന് വേണ്ടിയും തിന്മകളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു നല്ലൊരു പ്രഭാതത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ ഈ ഉപദേശം ഇവിടെ നിർത്തുന്നു. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഊസിക്കും ബിദുആ.